ഇന്ന് രാവിലെ തന്നെ ഒരു ബൈക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയേനെ. അപ്പോൾ ആ വണ്ടിന്റെ ടയറുമ്പോൾ നല്ലൊരു ആണി കയറി പഞ്ചറായി കിടക്കും. പിന്നെ ബൈക്ക് എടുത്ത് പോകാൻ നേരത്തേക്കും അതും സെയിം അവസ്ഥ തന്നെ, പഞ്ചറായി കിടക്കും. വണ്ടിന്റെ ടയറൊക്കെ പഞ്ചറടിച്ച് മാറ്റിയിടാൻ നമുക്ക് ഒരു അടിപൊളി മെക്കാനിക്കിന് കിട്ടിന്. ഇതൊന്നും ഓനൊന്നും അല്ലല്ലോ, ഗൾഫത്തെ എയർപോർട്ടിൽ വിമാനത്തിന്റെ ടയർ വരെ പഞ്ചറായ ഓനാണല്ലോ മാറ്റിയിടല്. ഒരു ടയറോട് മാറ്റി കുടിക്കിയപ്പോഴത്തേനും 2 മല നിരപ്പാക്കിയ ഫീൽ ഉണ്ടായിരുന്നു എന്റെ മുഖം. അതൊക്കെ ക്ലിയർ ചെയ്താൽ ഞങ്ങൾ ഏതായാലും യാത്ര തുടങ്ങി. അങ്ങാടി കൂടെ തണ്ടി തിരിഞ്ഞെടുക്കുന്ന രണ്ടെണ്ണത്തിന് ഞങ്ങൾ പിടിച്ചേ കയറ്റി. അപ്പോൾ എന്റെ കെട്ടിയോനെ 8ാം ക്ലാസ്സിൽ നിന്ന് ഓടെടുക്കാൻ വന്ന കമ്പനിയാണ്. നമ്മൾ എയിലെ പോവാണെങ്കിലും പോയ ബൈക്കൊക്കെ കല്ലും മണലും വെച്ച കഥ അറിയാനേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പോണ വൈക്കുന്നത് നല്ല കരിമ്പ് ജ്യൂസ് കണ്ടപ്പോൾ ഒരു ഗ്ലാസ് വാങ്ങിയത് കുടിച്ച്. നല്ല ചൂടല്ലേ. അവിടുന്ന് കുറച്ച് ബോട്ടുകൾ ഉണ്ടാവും. എന്റെ കെട്ടിയോ പറയാൻ കേട്ടോ, ഇതൊക്കെ പണിക്കോ മടിയുള്ള ബോട്ടുകളാണ്. പണിക്കോ മടി ഉണ്ടായിട്ടൊന്നല്ല, വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഐറ്റക്ക് ലീവാണ്, നീ മൊയ്തൊക്കെ അറിയാം. അപ്പൊ ഞങ്ങൾ പോരിനെ കേട്ടാന്ന് പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ മീൻ പിടിച്ചാൻ വേണ്ടി ചാലിയത്ത് അവിടത്തെ ഇപ്പൊ അവിടെ ഒടുക്കത്തെ വെയിൽ. ഞങ്ങൾ രണ്ടാളും കൈയും പിടിച്ചിട്ട് ഇറങ്ങിയ വെയിലും മഴയും ഒപ്പം വന്നാലും ഞങ്ങൾ തോറ്റി ഇന്മാറൂല. അതാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മീൻ പിടിച്ചാൻ പോകുന്നതാണെങ്കിലും മീൻ പിടിക്കാനുള്ള ഒരു സാമഗ്രികളും ഞങ്ങൾ ആകെയുള്ള ഒരു ചൂണ്ട മാത്രം. ഞങ്ങളെ കൂടെ പോകുന്ന ഈ മൊയ്തകളോണ്ട് എല്ലാ സാധനം എടുക്കാൻ പറഞ്ഞു. അവിടെ എത്തിയും പറയാം ഒന്നും ആയിട്ടുള്ള രണ്ടിനും കൂടി ആ കടലിട്ടത് മുക്കാനാ തോന്നിയത്. പിന്നെ വിചാരിച്ചു അങ്ങനെ ഇപ്പൊ വെള്ളം കുടിച്ചോളൂ തടി. അങ്ങനെ അവസാനം ഘട്ടത്ത് അന്തല്ലാത്ത എന്റെ കെട്ടിയോൻ ഏതായാലും ഒരു വടിമലൊക്കെ തൽക്കാലം ചുറ്റിയെന്ന് മാക്സിമം ഒക്കെ നോക്കി. ഇവിടെ മീനുകളൊക്കെ എല്ലോ പോയിന്. ഓല പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളെ സെലിബ്രേറ്റുകളെ കണ്ടിട്ട് നാണം വന്ന് ഓലും എല്ലാം ഒളിച്ചിക്ക്. ഞാൻ എന്റെ ഒരു കാര്യമല്ലേ ചോദിച്ചു, ഈ അന്തല്ലാത്ത 3 പാണല്ലേ ഞാൻ പോകുന്നത്. പിന്നെ മീൻ പിടിച്ചിട്ട് ഏതായാലും കിട്ടില്ല. എന്നാ ഹാർബറിൽ പോയിട്ട് മാങ്ങ വിചാരിച്ച് ഹാർബറിൽ പോയൊക്കെ ഇപ്പോൾ അന്ന് വെള്ളിയാഴ്ച ആണ്. എനിക്ക് ഏതായാലും ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാൽ എന്റെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒന്നിന് ഐഡിയ ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ദീറ്റങ്ങളൊക്കെ കൂടെ നടന്നിട്ട് എന്റെ കെട്ടിയോന്റെ അന്തം പോയതാണോ, എന്റെ കെട്ടിയോന്റെ അന്തം പോയിട്ട് തെളിവിടി അന്തം പോയാണെന്ന് വെച്ചൊരു പുറത്തില്ല. ഏതായാലും വന്നല്ലേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഷൈൻ ചെയ്യുന്ന മൂപ്പരടുത്ത് ഞാൻ കൂളിംഗ് ഗ്ലാസ് വാങ്ങി ഞാനൊന്ന് വെച്ചാൽ ഷൈൻ. അങ്ങനെ ഞങ്ങളോടൊന്ന് തിരിച്ച് പെരയിലാണെങ്കിൽ ഇമ്മാനോട് മസാല ഉണ്ടാക്കിക്കാൻ പറഞ്ഞ മീൻകറിയൊക്കെ. അപ്പം പിന്നെ മീൻ മാങ്ങില്ലാതെ വേറെ മീൻകടയൊക്കെ ചെന്നപ്പോൾ അടിപൊളി മീനുകൾ. ഏത് ഫിഷ് മാർക്കറ്റിൽ ചെന്നാലും ആദ്യം നമ്മളെ കണ്ടുപോലും ഞണ്ടുമാക്കാട്ടോ. അതുപോലെ അവിടെയുണ്ട് അടിപൊളി ഞണ്ടുകൾ, നല്ല നല്ല പാർട്ടി വെയർ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളി സാധനം. അതുപോലെ ചൊർക്കാട് കണ്ടപ്പോൾ വെട്ടി നിർക്കാൻ തോന്നില്ല. അവസാനം ഇടന്ന് കുറച്ച് ചെമ്മീനോട് വാങ്ങി. ആ ഞണ്ടിനെ പിടിച്ചപ്പോൾ കുറച്ച് ഐസും വെള്ളം കൈമലായി. മെല്ലെ എന്റെ കെട്ടിയോന്റെ കുപ്പാറ്റിലോട്ട് തോത്തിയ മൂപ്പര് കാണാൻ. ഈ പൊട്ടന്മാർ രണ്ടാളും മൺകട്ടി നോക്കണം. ഈ മീൻ എന്തോ ഒരു ഇരുമ്പുതണ്ട് മുണിങ്ങിയാണ്. അത് ചൂണ്ടന്റെ കൊളത്താണെന്ന് തിരിയാനുള്ള ഒരു ബുദ്ധിയെങ്കിലും ഇറ്റേക്ക് വേണ്ടേ. ഫ്രൂട്ട്സും കടയിൽ ഫ്രൂട്ട്സ് ഒക്കെ തൂക്കിയിടുന്ന അതിന് കല്ലുമകായ കഥ മാലാക്കി തൂക്കിയിട്ട് അവിടുന്ന് പോരുന്ന വെക്കത് അടിപൊളി ഒരു ബ്ലോക്ക്. റോട്ടിലൊരു മരം വീണ് ബ്ലോക്ക് ആയണല്ലോ, അവിടെ ഞങ്ങൾ വണ്ടി ഇരിച്ചിട്ട് ഫയർഫോഴ്സ് ഉണ്ട്, ക്ലിയർ ആക്കുമ്പോൾ സമയം പിടിക്കും. ഇവരെല്ലാവരും കൂടി നല്ല ചിരിച്ചിട്ട് എന്താ അറിയോ, ഇന്ന് പോയ സ്ഥലം ഫുള്ള് പാളിയതാ. അവിടുന്ന് കുറച്ച് പൂളപരിയോട് വാങ്ങി വിശന്നിട്ട് വെള്ള വാപ്പനി മനി വിളി അപ്പൊ ഞങ്ങളെ ചെക്കന്മാർ ഇതാ ഒരു മന്തിക്കും വേണ്ടി ഒരു ലുഡാട് വെച്ച് ഓലെന്നെ വെച്ച് ഓലെന്നെ അവസാനം പൈസ നുള്ളി വർക്കി ഉണ്ടാക്കണ അവസ്ഥയുണ്ട് കാണുന്നത്. ആകെ 7 ഉറുപ്പ്യ കൊണ്ടാട്ടോ ഓള് മന്തി ഞങ്ങളെ കൊണ്ട് കയറ്റി. കളി പറഞ്ഞുണ്ടാക്കിയതും പറ്റി വെച്ചതും തോറ്റതും ഒക്കെ ഓലാണെങ്കിലും ലാസ്റ്റ് പൈസ നമ്മളെ ഗീസ. അല്ലാതെ 7 ഉറുപ്പ്യക്ക് ആര് മന്തി തരാനാ. അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോരുമ്പോഴാ ഒരു മൊയ്തതാ കാറിന്റെ ചുറ്റും തലയിലും മന്തി നടക്കണം. എന്താ സംഭവം ചോദിച്ചപ്പോൾ പറയാം, വണ്ടി ഓണായി കിടക്കുകയാണ്, എന്നാലോ വണ്ടിന്റെ ഡോറിലൊക്കെ ഞങ്ങളെ കെട്ടിയതാ വിക്രസിനൊരു കുറവില്ലാത്തതുകൊണ്ട് മാക്സിമം അവസാനം കയ്യിലൊരു ചാവിട്ട് തിരിച്ചപ്പോൾ വേക്കത്തെ ഡിക്കേഡ് തുറന്നു. നമ്മളെ കെട്ടിയാന്റെ കരി പിടിച്ച കുറച്ച് ബുദ്ധിയുള്ളതിനോട് വലിയ കിട്ടല. ഇന്നത്തെ ദിവസം ആരെ കണി ഉണ്ടറിയില്ല, കണ്ണ് കാണുന്ന ഫുള്ള് മൊയ്ത. അല്ലേ ഇപ്പം മൊയ്തന്മാരുടെ ഡേ ഇനിയോ.